നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാമിതാക്കൾ വന്നിരിക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി. നിത്യപ്രണയത്തിന്റെ കവിയുടെ സ്മാരകത്തിലെ വരാന്തയ്ക്ക് പൂട്ടുവീണു. കനേഡിയൻ കമ്പനിയുണ്ടെന്ന് ആരോപണം. വീണയുടെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ കേസ്. KSRTC പെൻഷൻ വിതരണം ഉടൻ പുനരാരംഭിക്കും. മന്ത്രി GB ഗണേഷ് കുമാർ. ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. മുഖ്യപ്രതി EDക്ക് മുന്നിൽ ഹാജരായി. വാർത്തകൾ വിശദമായി. പുനിയർകുളത്തെ കമല സുരയ്യ സ്മാരകത്തിലെ നീർമാതളം കഴിഞ്ഞ 3 മാസക്കാലമായി പൂത്തിട്ട്. എന്നാൽ ഇവ ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർക്ക് നിരാശയാണ് ബലം. പൂത്തുനിൽക്കുന്ന നീർമാതള തണലിലുള്ള സ്മാരകത്തിലെ വരാന്തകൾ പതിവായി കമിതാക്കൾ വന്നിരിക്കുന്നുവെന്ന പേരിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എക്കാലവും സദാചാരത്തിന്റെ അതിർവരമ്പുകളെ മായ്ച്ചു കളയാൻ ശ്രമിച്ച പ്രിയ എഴുത്തുകാരിയുടെ സ്മാരകത്തിനാണ് ഈ ദുരവസ്ഥ. മുകളിലത്തെ നിലയിലുള്ള വരാന്തകളാണ് പൂട്ടിക്കിടക്കുന്നത്. കമിതാക്കളുടെ വരവിനെതിരെ പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പൂട്ടിയതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നത്. സന്ദർശകർക്ക് പൂക്കൾ കണ്ട് ആസ്വദിക്കാനും ഇളങ്കാറ്റിൽ ശാന്തമായിരിക്കാനുള്ള സ്ഥലമായാണ് മരത്തിന് അഭിമുഖമായി വരാന്തകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പൂട്ടിക്കിടക്കുന്നതിനാൽ സന്ദർശകർക്ക് മുകൾ നിലകളിലെ വരാന്തകളിൽ ഇരിക്കാൻ സാധിക്കില്ല. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. സാഹിത്യ അക്കാദമിയുടെ ഉടമസ്ഥതയിലാണ് സ്മാരകം. അതേസമയം വരാന്തകൾ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്നുമാണ് അക്കാദമി സെക്രട്ടറിയുടെ വാദം. വായനശാല ഉൾപ്പെടെ സ്മാരകത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കാൻ മാസങ്ങൾക്ക് മുൻപ് അക്കാദമി അധികൃതരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ ടി വീണയ്ക്ക് കനേഡിയൻ കമ്പനിയുണ്ടെന്ന് ആരോപണം ഉന്നയിച്ച് BJP നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുത്തു. വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കനേഡിയൻ കമ്പനിയുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതി. അച്ഛനും ഭർത്താവും CPM നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. വീണയ്ക്ക് കനേഡിയൻ കമ്പനിയുണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ആരോപണം പ്രസിദ്ധപ്പെടുത്തിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. KSRTC പെൻഷൻ വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി GB ഗണേഷ് കുമാർ. സഹകരണ ബാങ്കുകളുമായി KSRTC കരാർ ഉണ്ടാക്കിയെന്നും 12 മാസത്തേക്ക് പെൻഷൻ മുടക്കില്ല എന്നും മന്ത്രി 24നോട് പറഞ്ഞു. KSRTC ശമ്പള വിതരണ പ്രതിസന്ധിയിൽ നിർണായക നീക്കത്തിലേക്കാണ് ഗതാഗത വകുപ്പ് കടന്നിരിക്കുന്നത്. പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട. അടുത്ത 12 മാസത്തേക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടും. അതിനായി സഹകരണ ബാങ്ക് കൺസോർഷ്യവുമായി എഗ്രിമെന്റ് ഒപ്പിട്ടു കഴിഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം ഒറ്റഘട്ടമായി നൽകാനുള്ള ശ്രമം തുടരുന്നുണ്ട്. തനിക്ക് തൊഴിലാളി യൂണിയനുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും GB ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചില പ്രപ്പോസലുകൾ വെച്ചിട്ടുണ്ട്. ചിലതെല്ലാം അദ്ദേഹം അംഗീകരിച്ചിട്ടുമുണ്ട്. ജീവനക്കാരെ കൂടി മുഖവിലക്കെടുത്താൽ മാത്രമേ KSRTCയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി EDക്ക് മുന്നിൽ ഹാജരായി. മുഖ്യപ്രതിയും കമ്പനി ഉടമയുമായ പ്രതാപനാണ് കേസിൽ ഹാജരായത്. കേസിൽ 1630 കോടിയുടെ തട്ടിപ്പ് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇത് ആദ്യത്തെ തവണയാണ് ഹൈറിച്ച് കേസിലെ പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്നത്. പ്രതാപനെ വിശദമായി ED ചോദ്യം ചെയ്യും. ഹൈറിച്ചിന് മറവിൽ 1600 കോടിക്ക് മുകളിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. നേരത്തെ EDയുടെ അന്വേഷണത്തിന് പിന്നാലെ KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോയിരുന്നു. പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുകയുണ്ടായി. എന്തുകൊണ്ട് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നില്ലെന്ന് കോടതിയും ചോദിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് EDയും ആവശ്യപ്പെട്ടതോടെയാണ് മുഖ്യപ്രതി ഇന്ന് ഹാജരായത്.